ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഇലയുടെ തയ്യാറാക്കിയെടുക്കാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പൊടി വാട്ടുകയോ കുഴയ്ക്കുകയോ പരത്തുകയോ ചെയ്യാതെ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ അട തയ്യാറാക്കിയെടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആവശ്യമുള്ള ചേരുവകൾ ശർക്കര, തേങ്ങ, ഏലക്കായ, അവൽ, ചെറുപഴം, മൈദപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. ഇവിടെ 5 അച്ച് ശർക്കരയാണ് അര ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തിട്ടുള്ളത്. ഒന്ന് ചൂടാറിയ ശേഷം ഇതിലേക്ക് ഏലക്കായ ഒന്ന് കുത്തിയിടണം. ചെറുപഴം ഒന്ന് ചെറുതായിട്ട് ഉടച്ചിട്ട് ഇടുക. തേങ്ങ ചിരകിയത് ഇടാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. കുറച്ചായിട്ട് അവലിട്ടിട്ട് നന്നായി ഇളക്കിയെടുക്കണം. ഇതിലേക്ക് നെയ്യ് ഒഴിക്കാം. അപ്പോൾ നമ്മൾ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഈ മാവ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മൈദയിലേക്ക് നോർമൽ വാട്ടർ ഒഴിച്ച് ദോശമാവിൻ്റെ പരുവത്തിൽ നന്നായി കട്ടയൊക്കെ ഉടച്ച് വയ്ക്കുക. ഞാൻ കറുത്ത എള്ള് യൂസ് ചെയ്യുന്നുണ്ട്. ഓപ്ഷണലാണ്. നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. വാഴയില നന്നായിട്ട് വാട്ടിയെടുത്താൽ മാത്രമേ ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഈ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകും. മാവെടുത്ത് ആട്ടിയിലയും ദോശയുടെ പോലെ കറക്കിയെടുക്കുക. അതിന് നടുവിലായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഇട്ടിട്ട് നന്നായി ഫോൾഡ് ചെയ്യുക. ഇത് നന്നായിട്ട് വാടിയിട്ടില്ലെങ്കിൽ ഫോൾഡ് ചെയ്യുന്ന സമയത്തിൽ പൊട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇഷ്ടമായ ഷേപ്പിൽ ഇത് ഫോൾഡാക്കാം. ഞാൻ ഈ ഷേപ്പിലാണ് ഫോൾഡാക്കിയിട്ടുള്ളത്. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ തയ്യാറാക്കി ആവി കയറത്തക്ക വിധത്തിൽ അടച്ച് അടുപ്പിൽ വെച്ച് അരമണിക്കൂർ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ അട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.